ഇനി കണ്ണൂരിൽ നിന്നൊരു വാർത്ത. കൂത്തുപറമ്പ് നീർവേലിയിൽ 20കാരനെയും മുത്തശ്ശിമാരെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയ വെളിച്ചം ശാന്തിവനത്തിലാണ് സംസ്കാരം നടക്കുക. അജീഷ് ജയകുമാറിന്റെ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂരിയാട് എന്ന സ്ഥലത്താണ്. മൂരിയാട് സ്വദേശിയായിട്ടുള്ള കിഷൻ, 20 വയസ്സായിരുന്നു ആ കിഷൻ്റെ പ്രായം. കിഷൻ്റെ മുത്തശ്ശിയുടെ സഹോദരി എന്നിവരാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ശേഷം വീട്ടിൽ ആത്മഹത്യ ചെയ്ത്. ആദ്യം കിഷനായിരുന്നു ജീവനൊടുക്കിയത്. ആ വിവരം അറിഞ്ഞ് മനന്നൊന്താണ് മുത്തശ്ശിയുടെ സഹോദരി റജിയും ജീവനൊടുക്കിയത്. ഇപ്പോൾ നമ്മൾ ഈ കിഷൻ്റെ നാട്ടുകാരനായ ഒരാൾ നമ്മൾ കൂടൊപ്പം ഉണ്ട്. ചേട്ടൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് എന്തെങ്കിലും വ്യക്തമാണോ? പിന്നിലുള്ള കാര്യമൊന്നും അറിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ഒരു 3-4 മണിക്ക് ശേഷമാണ് ഈ കിഷൻ മരണപ്പെട്ട വിവരം സുഹൃത്തുക്കൾ ഇവിടെ വന്നറിയുന്നത്. അപ്പോൾ ആ സുഹൃത്തുക്കളാണ് കിഷനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അയച്ചു മാറ്റി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് കിഷൻ്റെ സുഹൃത്തുക്കളാണ്. അത് ഇവിടെയുള്ള നാട്ടുകാർ അറിഞ്ഞിട്ട് ആണ്. അപ്പോൾ അതിന് ശേഷമാണ് ഈ മുത്തശ്ശിയായ റജി മെരിയൻ അപ്പാരലിൽ വർക്ക് ചെയ്യുന്നതാണ്. അവർ കമ്പനി വിട്ടുവരുന്ന സമയത്ത് അവരുടെ അനുജത്തിയായ റോജ ഇവിടെ ഈ വിവരം അറിഞ്ഞിട്ട്, കിഷൻ മരിച്ച വിവരം അറിഞ്ഞിട്ട് കുറ്റിക്കാടുള്ള വീട്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇവിടുന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഒരു 6 മണി സമയത്തായിരിക്കും റജി ഇവിടെ എത്തിയിട്ടുണ്ടാവുക. ആ സമയത്താണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. ഈ പോലീസ് പിന്നീട് ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എങ്ങനെയാണ്? പോലീസ് എത്തിയത് കിഷൻ മരിച്ച വിവരം തലശ്ശേരിയിൽ നിന്ന് പോലീസിനെ അറിയിച്ചതിൻ്റെ ഭാഗമായി വീട് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് പോലീസ് ഇവിടെ എത്തിയത്. ആ സമയത്താണ് പിന്നെ പോലീസ് ഈ സംഭവം കാണുന്നത്. ഇവർ വലിയ അടുപ്പമായിരുന്നു അല്ലേ? ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവർ വല്ലാത്ത സ്നേഹത്തിലായിരുന്നു, നല്ല അടുപ്പത്തിലായിരുന്നു. ആ വിഷമത്തിലായിരിക്കാം ഇവരിത് ചെയ്തിട്ടുള്ളത് എന്നാണ് ബോധ്യം. കിഷൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? വിദ്യാഭ്യാസം 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ നിർവേലിക്കാരനായതുകൊണ്ട് അത്ര വിവരം കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ അങ്ങനെ വന്ന് പോകാറ് കുറവാണോ? ഇടയ്ക്ക് ഇവിടെയാണ് താമസിക്കുക എന്നാണ് കേട്ടത്. അപ്പം അങ്ങനെയാണ്, നാട്ടുകാരനാണ്. ഇപ്പോൾ ദാരുണമായ സംഭവം തന്നെയാണ്. ഈ കിഷൻ മരിച്ചതിൻ്റെ വിവരം അറിഞ്ഞാണ് റോജയും റജിയും ജീവനൊടുക്കിയത്. പിന്നീട് പോലീസ് ആ വീട്ടിലെത്തിയപ്പോഴാണ് ഇവർ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടത്. ഇപ്പോൾ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടെ പൂർത്തിയാവും. അതിനുശേഷം ഇവിടെ അടുത്തുള്ള വലിയ വെളിച്ചം ശ്മശാനത്തിലാണ് സംസ്കാര നടപടികൾ. കണ്ണൂരിൽ നിന്നും അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.